ഫുള്ള് മൊത്തം വർക്കുകൾ. മറ്റേതെന്താ അത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ല എന്നർത്ഥം. Okay, then accommodation provided to government its employees where the accommodation unfurnished. അതായത് ഗവൺമെന്റ് വാല്യൂഡ് ഫ്രീ യൂണിയൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇസ് റെസ്പെക്ട് ഓഫ് അക്കോമഡേഷൻ ഓഫ്. അതായത് എന്തൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഗവൺമെന്റ് അവിടെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്തൊക്കെ മെയിൻ്റെനൻസ്. ഇപ്പൊ നമുക്കറിയാം ചില ക്വാർട്ടേഴ്സുകൾ, അതായത് നമ്മുടെ ഇവിടെയൊക്കെ സോപ്പിന്റെ ഫാക്ടറി, സോപ്പ് എന്താ പറയാ, കേരള സോപ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കേരള ഗവൺമെന്റ് കീഴിലുള്ളതാണ് കേരള സോപ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റി അഫിലിയേഷൻ കിട്ടിയതാണ്, ഗവൺമെന്റ് കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ നമ്മളെ എന്താ പറയാ, ഈ നമ്മളെ കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രാദേശിക നമ്മൾ കാണുന്ന ഗവൺമെന്റ് ഫാക്ടറീസ് ആണെങ്കിലും സോപ്പിന്റെ ഒക്കെ ഒരു ഫാക്ടറിയാണ്, എക്സാമ്പിൾ എടുക്കുകയാണ്. അവിടുത്തെ ക്വാർട്ടേഴ്സ് ഒക്കെ എന്താണ് അൺഫർണിഷ്ഡിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. കാരണം ചുമരൊക്കെ ചിലപ്പോൾ വിണ്ട് കീറിയിട്ടുണ്ടാവും, മൊത്തം കറക്റ്റ് ഫിനിഷ്ഡ് ആയിരിക്കില്ല, അവ താമസ സൗകര്യമൊന്നും. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില സെക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം അത് പക്ഷെ ഗവൺമെന്റ് എന്തായാലും അത് നന്നാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ കറണ്ട് പോകും, ചിലപ്പോൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല, അങ്ങനെ ഉണ്ടാകും. അങ്ങനെയുള്ളതൊക്കെ അൺഫർണിഷ്ഡ് അക്കോമഡേഷനിലാണ് വരിക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ഇത്. ഇനി ഇതിലേറ്റവും നമ്മൾ എന്താ മൊത്തത്തിൽ നമ്മളൊരു ഓവർവ്യൂ പോലെയാണ് നമ്മൾ ഇത് പോകുന്നത് കേട്ടോ. കാരണം ഈ ഒരു സെക്ഷൻ സാലറി 1, 2, 3 യൂണിറ്റ് 6, 5, 6, 7 അല്ലെങ്കിൽ 6, 7, 8 ഈ ഒരു ഭാഗം മൊത്തം എന്താണ് സാലറി ബേസ്ഡും പിന്നെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീം ആൻഡ് സ്പെസിഫൈഡ് എംപ്ലോയീസ്, ടാക്സ് ഫ്രീ റെക്വിസൈറ്റ്സ്, മെഡിക്കൽ ബെനിഫിറ്റ്. ഇതാണ് നേരത്തെ മിസ് എന്ത് പറഞ്ഞത്, ടാക്സ് ഫ്രീ റെക്വിസൈറ്റ്സ് ആണ് മിസ് നേരത്തെ എസ് എന്ന് പറഞ്ഞത്. ഓക്കെ എസ് എന്ന് പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ വരുന്നത് ഇങ്ങോട്ടാട്ടോ. പിന്നെ ഓക്കെ ഇപ്പൊ സൂപ്പർ ഫ്രൈഡ് ബെനിഫിറ്റ്. നെക്സ്റ്റ് ഇത് സാലറി, ഇത് എന്താണെന്ന് അറിയോ, ഡെഫിനീഷൻ ഓഫ് സാലറി. അപ്പൊ ഇത് 2 മാർക്കിലൊക്കെ രണ്ടല്ല എഴുതുമ്പോ നിങ്ങൾ എന്ത് എഴുതണം, സ്റ്റാർട്ടിങ് ചെയ്യും. നമ്മളൊരു എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ പോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ സാലറി പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനീഷൻ ചോദിക്കുമ്പോൾ കറക്റ്റ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ആൻ എംപ്ലോയി ഫോർ ദി സർവീസസ് റെൻഡേർഡ് ബൈ ഹിം കോൾഡ് സാലറി. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. കാരണം ഈ ഒരു സെന്റൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ നമ്മുടെ നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും, നമ്മൾ കറക്റ്റ് നോട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഇതിലല്ലോ ആ നോട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, അതിലുണ്ടാവും ഡെഫിനേഷൻ. പക്ഷെ മിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യും, കാരണം ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 പാർട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. കാരണം സാലറി ബേസ് ചെയ്തിട്ടാണ് ഇൻകം ടാക്സ് ആണെങ്കിലും നോട്ട് ടാക്സബിൾ, നോട്ട് ചാർജബിൾ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർ അവർ കിട്ടുന്ന ബെനിഫിറ്റ്, പ്രൊവിഡന്റ് ഫണ്ട്, കുറെ നമ്മൾ അനേകം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോയി ഈ 3 വിഭാഗത്തിലും. അതിൽ എന്തിന് ഓറിയന്റഡ് ആയിട്ടാണ് ഈ 3 മുന്നോട്ട് പോകുന്നത്, സാലറി. വാട്ട് ഈസ് സാലറി, ദ ഡെഫിനിഷൻ ഓഫ് സാലറി. സാലറി ബേസ് ആണല്ലേ, ടാക്സ് ആയതും ടാക്സ് ഇല്ലാത്തതൊക്കെ. ഓക്കെ അപ്പൊ നിങ്ങൾ അതിന്റെ എന്തായാലും എന്ത് എസ്സേ എഴുതുമ്പോഴും ഷോർട്ട് എസ്സേ ആണെങ്കിലും വലിയൊരു എസ്സേ ആണെങ്കിലും നിങ്ങൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ്, ഇത് വെച്ചിട്ട് തുടങ്ങാൻ. സാലറി, വാട്ട് ഈസ് സാലറി, അതായത് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു എംപ്ലോയി ഫോർ ദി സർവീസസ് റെൻഡേർഡ് ബൈ ഹിം കോൾഡ് സാലറി. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യാ, മറക്കാൻ പാടില്ല. ഇത് നിങ്ങൾ ഒരുപക്ഷെ ബൈ ഹാർട്ട് തന്നെ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ മാക്സിമം ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കുക സാലറി. പിന്നെ അതിൽ ചാർട്ടും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നമ്മളെ നോട്ട് മിസ് നേരത്തെ പറഞ്ഞ പ്രൊവൈഡ് ചെയ്യും, അതിൽ കറക്റ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ ദെൻ നമ്മൾ ഫുള്ളി എക്സംപ്റ്റഡ് ഈ പെർക്യൂസിറ്റ്സ് എന്ന് പറഞ്ഞ എക്സംപ്റ്റഡ് പെർക്യൂസിറ്റ്സ്, അത് ഇതിൽ കിട്ടാത്തത് ചിലൊരു വിഭാഗമുണ്ട്. ഫുള്ളി എക്സംപ്റ്റഡ് പെർക്യൂസിറ്റ്സ് ഉണ്ട്. പെർക്യൂസൈറ്റ്സ് ഫുള്ളി എക്സംപ്റ്റഡ്, അതായത് മെഡിക്കൽ ബെനിഫിറ്റ്, മെഡിക്കൽ ഫെസിലിറ്റി ഈസ് ആൻ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ. അതായത് മെഡിക്കൽ ഫെസിലിറ്റി വിച്ച് ഈസ് ഗിവൺ ടു എംപ്ലോയർ, medical facility which is given to employee which are family member hospital dispensary and nursing home which belongs to employer fully tax free. അതായത് ഈ fully exempted പെർക്യൂസൈഡ്സ്, അതായത് ഫുള്ളി എക്സംപ്റ്റഡ് പെർക്യൂസൈഡ്സിന് തന്നെ വേറൊരു വിഭാഗമാണ്. ഇവരുടെ ഫാമിലി ഉണ്ടല്ലോ, റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലിക്കും എന്തായിരിക്കും ഹോസ്പിറ്റൽ പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
മെഡിക്കൽ ഫെസിലിറ്റി വിച്ച് ഇസ് ഗിവൺ ടു എംപ്ലോയി വിച്ച് ഫാമിലി മെമ്പർ. ഹോസ്പിറ്റൽ ഡിസ്പെൻസറിയിലാണെങ്കിൽ ഡിസ്പെൻസറി കേട്ടിട്ടില്ലേ, നമ്മളെ പ്രാദേശികമായ ഓരോ വാർഡിലൊക്കെ ഡിസ്പെൻസറി ഉണ്ടാവും അല്ലെ. അപ്പൊ ഡിസ്പെൻസറിയിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും നഴ്സിംഗ് ഹോമിലാണെങ്കിലും ടു എംപ്ലോയർ ഈസ് ഫുള്ളി ടാക്സ് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പൊ പെർക്യുസൈഡ്സ് അതത് ഗവൺമെന്റ് എംപ്ലോയി ആണ്. അതാ മിസ് കറക്റ്റ് ഇവിടെ എഴുതി വെച്ചത്. എന്താണ് പെർക്യുസൈഡ്? അഡീഷൻ ടു നോർമൽ സാലറി ഓർ വേജസ്. സാധാ അല്ലെ നോർമൽ സാലറി കിട്ടുന്നതിന് പുറമെ ഇവർക്ക് എന്തൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്, ഇവരെ കുടുംബക്കാർക്കും ഇവരെ റിലേറ്റീവ്സിനൊക്കെ ഡിസ്പെൻസറിയിലോ നഴ്സിംഗ് ഹോമിലോ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ടാക്സ് ഫ്രീ ആയിരിക്കും. ദെൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സെക്ഷൻ, അതിലെന്താണ് പെർക്യുസൈഡ്സിന്റെ താഴെയാണ് സബായിട്ടാണ് പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യ. അതായത് ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ടേൺ ടു എംപ്ലോയി നോട്ട് ബി അറ്റ് സം പെയ്ഡ് ഓഫ് എംപ്ലോയി വിത്ത് റെസ്പെക്ട് ഓഫ് actual expenditure incurred by employee and these are family members. Medical treatment any hospital maintained by the government or local authority പിന്നെ ഹോസ്പിറ്റൽ. അപ്പൊ അത് ലോക്കൽ അതോറിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹെൽത്ത് സെന്റർ, ഡിസ്പെൻസറി, അങ്ങനെ ഹെൽത്ത് സെന്റർ പിന്നെ എല്ലാവർക്കും പോകുന്ന സംഭവമാണ്. അല്ലാതെ എന്തെങ്കിലും മെഡിക്കൽ ഹോമിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് എന്താണ് ടാക്സ് എത്ര ആണെങ്കിലും അതിൽ എന്ത് ചെയ്യും ഇവർക്ക് പേ. ഇപ്പം ഉണ്ടല്ലോ മെഡിക്കൽ എന്തോ ഒരു ഇൻഷുറൻസ് ടീം ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലാതെ തന്നെ ഉണ്ട് അല്ലെ. വലിയ വലിയ സർജറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലെസ് ചെയ്യാൻ പറ്റുന്ന മെഡിസപ്പ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ഓക്കെ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ ഔട്ട്സൈഡ് എങ്ങനെയാണ്? ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഇൻ ടു എംപ്ലോയി ട്രീറ്റ്മെന്റ് ഓഫ് ദി എംപ്ലോയി ഫാമിലി മെമ്പേഴ്സ് ഔട്ട്സൈഡ് ഓൾസോ ടാക്സ് ഫ്രീ ഇൻ പെർക്യുസൈഡ്സ്. അതായത് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിലും പെർക്യുസൈഡ്സ് പോയാൽ അവർക്ക് എന്താണ് ടാക്സ് ഫ്രീ ആണ്. Expenses of medical treatment of employee or member or his family outside India. However, such expenses shall be tax-free perquisites to the extent permitted Reserve Bank of India. അപ്പോഴാണ് ആര് വരുന്നത് നമ്മുടെ എൻട്രി? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ ബാങ്കിന്റെ ഹെഡ് ആണ് നമ്മുടെ ഓൾ ഇന്ത്യൻസ് ബാങ്കിന്റെ ഹെഡ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുവഴിയാണ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിലേക്ക് പെർക്യുസൈഡ്സ് പോയാൽ അവർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മളെ പ്രാദേശികം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സംഭവങ്ങളൊന്നും അല്ല നോക്കുക. ആരാണ്? അപ്പോഴാണ് നമ്മുടെ ആരുടെ എൻട്രി വരുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അതിലാണ് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ ചാർട്ട് മിസ് പറഞ്ഞു. നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചാർട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് ഓരോ ചാർട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഡൗട്ട് വെച്ചാൽ അതൊക്കെ ചാർട്ടൊക്കെ നോക്കി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം. എന്താണ് സ്റ്റാൻഡേർഡ്? അപ്പൊ നമ്മൾ 1961 നമ്മളെ എന്താണ് ലോസിന് കീഴിലാണ് നമ്മൾ ഇതെല്ലാം വരുന്നത്. ഓരോ സെക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു 3 പാർട്ടും മിസ് എന്ത് പറയുമ്പോഴും ഓരോ സെക്ഷൻ അതിലുണ്ട് അല്ലെ. ഇനി ടാക്സ് പറയുകയാണെങ്കിലും നമ്മൾ നേരത്തെ പെർക്യുസൈഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ സെക്ഷൻ ബേസ് ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഏത് സെക്ഷനാ? 16. സെക്ഷൻ 16ലാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത് കേട്ടോ. Okay, this sheet now can allow the assessment of year 2019-20. The least of following 2 amounts shall be deducted from gross salary of the employee. Actual amount of gross salary, അതായത് 50,000. അത് എത്രയാണോ RS എത്രയാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാ പറയുന്നത്? 50,000. ഓക്കെ, ആനുവൽ അമൗണ്ട് ഓഫ് ഗ്രോസ് സാലറി നമ്മൾ പാർട്ട് സാക്കണം. നമ്മൾ നേരത്തെ മിസ് പറഞ്ഞല്ലോ സാലറി സെക്കൻഡിൽ നമ്മൾ ഗ്രോസ് സാലറി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ആ ഗ്രോസ് സാലറിയിൽ സെക്കൻഡ് ഇതിലും വരുന്നത് തേർഡ്. ഇതിപ്പോ നമ്മൾ തേർഡ് പാർട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ തേർഡ് പാർട്ട് തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഒരു ഗ്രോസ് സാലറിയാണ്. അതിലാണ് ഡിഡക്ഷൻ വരുന്നത്. അപ്പൊ ഒന്നൊന്നിനോട് ഫോളോ അപ്പ് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിൽ ലാസ്റ്റ് ഇതിൽ നമ്മൾ ഗ്രോസ് സാലറിയിൽ എത്ര ഡിഡക്ഷൻ വരുന്നത്? 50,000 ആണ് വരുന്നത്. ഓക്കെ, പിന്നെ എന്റർടൈൻ അലവൻസ് അത് സെക്ഷൻ ഓരോ 16 നമ്മൾ പറഞ്ഞ 1961 എന്നുള്ള ലോ ആ നിയമത്തിന് ഉള്ളിൽ കിടന്നുകൊണ്ടാണ് നമ്മൾ ഈ 3 പാർട്ടും കൈകാര്യം ചെയ്തത്. ഓരോ സാലറി സെക്ഷൻ വരുമ്പോഴും അതിന് ഓരോരോ സെക്ഷൻ ഉണ്ട്. അത് ഇന്ന നിയമത്തിൽ ഇത്ര ഭേദഗതി പ്രകാരം നമ്മൾ മലയാളത്തിൽ പറയൂലേ, ഇത്ര ഭേദഗതിയിൽ ഇങ്ങനെയാണെന്നുള്ളത് ലീഗലി നമ്മൾ പഠിച്ചോളൊക്കെ ലീഗലി സെക്ഷൻ ആണ്. അപ്പൊ ഓരോ സെക്ഷൻ 16 ഉണ്ട്, 17, 18 അതോ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓരോന്നും ഓരോ സെക്ഷൻ എത്ര മിസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ മറന്നു പോകാൻ നോക്കുന്നത് 1961 ആണ്. അപ്പൊ മൊത്തത്തിലൊരു ഓവർവ്യൂ നമ്മൾ ഈ ഒരു അങ്ങനെ ചെയ്യാൻ പറ്റൂ. കാരണം അത് 3 സാലറി 1/3, 1, 2, 3 എന്നുള്ള ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറന്നു പോകരുത്. എന്ത് എസ്സേ വന്നാലും നിങ്ങൾ മിസ് കറക്റ്റ് ഇവിടെ എഴുതി വെച്ചത് സംഭവം ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ എസ്സേ തുടങ്ങാൻ. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ. കാരണം സാലറി ബേസ് ചെയ്തിട്ടാണ് ഈ 3 പാർട്ടും നമ്മൾ ഒരു ഓവർവ്യൂ പോലെ കഴിഞ്ഞു പോകുന്നത്. കാരണം നമ്മൾ ഇവിടെ കൺക്ലൂഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മിസ് ലാസ്റ്റ് പറയാൻ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഡെഫിനീഷൻ പഠിച്ചിരിക്കുക. ബൈ ഹാർട്ട് ആണെങ്കിൽ അത്രയും നിങ്ങൾ പഠിക്കുക.
എന്നിട്ട് ഇത് ഈ ഒരു സെന്റൻസ് കാണാതെ പഠിച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ആൻസറും എഴുതുക. ഓക്കെ.